2026 ഇപ്പൊ വരും. തദ്ദേശ തെരഞ്ഞെടുപ്പോടുകൂടി ഈ നാട്ടിൽ രാഷ്ട്രീയ പോരാട്ടങ്ങൾക്ക് കൊടിയുയരും. നോക്കൂ, ആരാണ് കേരളം ഭരിക്കാൻ പോകുന്നത്? ചില ആളുകൾ പറയുന്നു പിണറായി സർക്കാർ തുടരാം, LDF മൂന്നാം ഘട്ടത്തിലേക്ക് വരാം. ചില ആളുകൾ പറയുന്നു മടുത്തു ഈ ഭരണം, എത്രയും പെട്ടെന്ന് ഇതിനൊരു മാറ്റം ഉണ്ടാകണം. ചില മാധ്യമങ്ങളും ചില ആളുകളും രാഷ്ട്രീയ ആൾക്കാരൊക്കെ ഇങ്ങനെ സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. കോൺഗ്രസിന് ഒരു ഐക്യമില്ല എന്നുള്ളതാണ്. ഇത്രയും നാൾ പ്രതിപക്ഷത്ത് നിന്നതിന് ശേഷവും ഭരണം പിടിക്കണം, ഭരണവിരുദ്ധ വികാരം ഈ നാട്ടിൽ, ഈ രാഷ്ട്രീയ കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കണം, അതിനെ വലിയ രീതിയിൽ ടാക്കിൾ ചെയ്ത് അധികാരത്തിലേക്ക് എത്തണം. എത്തിയതിനു ശേഷം മാത്രം ബാക്കിയുള്ള മന്ത്രിമാരുടെ മന്ത്രിസഭകൾ, മുഖ്യമന്ത്രി ആരാണ് നന്നാവേണ്ടത്, ആരാണ് അവിടെ ഭരിക്കേണ്ടത് എന്നുള്ളതൊക്കെ ചിന്തിക്കണം എന്നുള്ളതാണ്. ആഴ്ചകൾക്ക് മുമ്പ് കോഴിക്കോട് DCCന്റെ മുറ്റത്ത് ഇങ്ങനെ ഉദ്ഘാടനം നടക്കുമ്പോൾ നമ്മൾ കണ്ടുപോയി, ചിരിച്ചുപോയി, നമ്മൾ മടുത്തുപോയി. അത് കണ്ട് ഈ പാർട്ടിയെ നോക്കി രാഷ്ട്രീയ കേരളം വലിയൊരു ദീർഘശ്വാസം വിട്ടത്. ഇങ്ങനെ ഒരു പ്രശ്നവുമില്ല എന്ന് പറയുമ്പോഴും ശക്തമായ പ്രശ്നങ്ങളിൽ ഉഴലുന്ന കോൺഗ്രസ് ആണോ പിണറായി സർക്കാരിനെ ഇനി തകർക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. CPM അല്ലെങ്കിൽ CPI എന്നൊക്കെ പറയുന്ന ഒരു കേഡർ സംവിധാനം വളരെ പെട്ടെന്ന് ഇലക്ഷൻ ആവുമ്പോൾ ഒരു അച്ചടക്കമുള്ള രീതിയിലേക്കാവും. ഒരു രീതിയിലുള്ള കമന്റുകളോ ഒരു രീതിയിലുള്ള എതിരഭിപ്രായങ്ങളോ ഇല്ലാതെ ശക്തമായ കേഡർ ലേബലിലേക്ക് ആ പാർട്ടികൾ ഇങ്ങനെ എണ്ണയിട്ട യന്ത്രം പോലെ വന്ന് പ്രവർത്തിക്കുന്നത് കാണാൻ പറ്റും. കോൺഗ്രസ് ഇങ്ങനെ മസിൽ പിടിച്ച് നിൽക്കണം, ഒരാൾ പോലും പറയല്ലേ, ഒരാൾ പോലും തെറ്റിക്കല്ലേ, വാ തുറക്കാണ്ടിരിക്കണേ ചിലർ എന്നുള്ള രീതിയിലൊക്കെ കോൺഗ്രസ് ഇങ്ങനെ നിൽക്കുന്നത് നമുക്ക് കാണേണ്ടി വരും. അപ്പോൾ കോൺഗ്രസ് വേഴ്സസ് CPM, LDF വേഴ്സസ് UDF എന്ന് പറയുമ്പോൾ പിണറായി വിരുദ്ധത അല്ലെങ്കിൽ പിണറായിയെ മടുത്ത ജനം കോൺഗ്രസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്താണ് കോൺഗ്രസ് നയിക്കുന്ന UDFന്റെ ഒരു കെട്ടുറപ്പ് എന്ന് ചിന്തിച്ചാൽ വീണ്ടും ഇവിടെ ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക് തന്നെ കാര്യങ്ങൾ വരും.